ഇത് വെറുമൊരു നീറ്റു പരീക്ഷ എഴുതാൻ സാധിക്കാതെ പോയ ഒരു പെൺകുട്ടിയുടെ കഥ മാത്രമല്ല കേട്ടോ. മകൾക്കു വേണ്ടി ജീവിച്ച ഒരു സാധാരണക്കാരനായ പിതാവിന്റെ വിയർപ്പിന്റെയും കണ്ണുനീരിന്റെയും കഥ കൂടിയാണ്. ദിവസം വെറും 300 രൂപ മാത്രം സമ്പാദ്യമുള്ള ഒരു നിർധനനായ പിതാവ് കടം വാങ്ങിയും ലോണെടുത്തും മകളെ പഠിപ്പിച്ചു. നീറ്റു പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോകാനായി ഒരു സ്കൂട്ടർ വാങ്ങിയതുപോലും തവണ വ്യവസ്ഥയിലാണ് കേട്ടോ. ആ സ്കൂട്ടറിലാണ് മകളെയും ഇരുത്തി ആ അച്ഛൻ 70 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിയത്. പക്ഷേ വഴിയിൽ വില്ലനായി കനത്ത മഴയെത്തി. യാത്രാമധ്യേ സ്കൂട്ടറിന്റെ ടയറും പഞ്ചറായി. ഒടുവിൽ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് പരീക്ഷാ കേന്ദ്രത്തിന്റെ പടിവാതിക്കൽ അവർത്തുമ്പോൾ സമയം വെറും 2 മിനിറ്റ് വൈകിയിരുന്നു. നിർദ്ദയമായ ആ അധികാരികൾ ആ ഇരുമ്പു കവാടങ്ങൾ അവർക്ക് മുന്നിൽ തുറന്നതേയില്ല. അത് അടഞ്ഞു കിടന്നു ആ അച്ഛനും മകൾക്കും മുന്നിൽ.